രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം രാത്രിയിലെ നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുമല്ലേ, അപ്പോൾ ദേ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഈസി ആവും. അങ്ങനെ ഞാൻ രാത്രി തന്നെ ദേ കടല കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ വെള്ളക്കടലയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ദേ അതിലേക്ക് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, അല്പമല്ല കടല മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 5-6 വിസിലങ്ങ് കേൾപ്പിച്ചെടുക്കാവേ. അപ്പോഴത്തേക്കും നമ്മുടെ കടല അവിടെ ഇരുന്ന് വേവട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് മാവ്, അപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഇത്, അതിലേക്ക് ഇതേ കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. തലേന്ന് തന്നെ നമ്മുടെ മാവ് ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. ഇനി ഇതേ നമ്മുടെ ചൂടായ അപ്പച്ചട്ടിയിലേക്ക് മാവും കൂടെ ഒഴിച്ചിട്ടേ ഇതേ മൂടി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് പറ്റുമല്ലേ, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പം മാവ് ആട്ടുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര പ്രശ്നം. വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആട്ടാനും ഭയങ്കര മടിയാണ്. പക്ഷെ ആട്ടിക്കഴിഞ്ഞാലോ മാവ് തീരുന്നത് വരെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ കാപ്പിയുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല, മാവ് ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. അപ്പം ആയി വരുമ്പോഴേക്കും നമ്മുടെ വിസിലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 വിസിലും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടല വെന്ത് വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ അങ്ങ് പോകുന്ന കണക്കാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്. ഒരു 5 വിസിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാവേ. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് പിന്നെ നമ്മുടെ സവാളയും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതും കൂടെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ അരപ്പിന് വേണ്ടിയിട്ടുള്ള മസാലകളൊന്നും കടലയിൽ ചേർത്തിട്ടില്ലായിരുന്നേ. ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമല്ലേ ചേർത്തിട്ടുള്ളായിരുന്നു. ഇപ്പോഴേക്കും കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കറിമസാല പൗഡറും കൂടെ ഇപ്പോൾ ഈ എണ്ണയിലാണ് കേട്ടോ ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതിനെ ഒന്ന് ചെറുതീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് മറ്റേ കടല വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കടല വെന്തോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവേ. ഒറ്റ ഞെക്കിന് തന്നെ കടല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാലയും കൂടെ ചേർത്ത്, വെള്ളം കുറവാണെന്ന് തോന്നിയാൽ അല്പം ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നിങ്ങൾ കളർ കണ്ടിട്ട് ഇത് എരിവ് കൂടുതലാണെന്നൊന്നും വിചാരിക്കേണ്ടത്. കാശ്മീരി പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കളറിന് കിട്ടിയിട്ടുള്ളത്, അല്ലാണ്ട് എരിവൊന്നും ഇല്ലായിരുന്നേ. പിന്നെ അടിപൊളി ചൂട് കറി ഇങ്ങനെ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചങ്ങ് കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ അങ്ങ് പോരട്ടെ.